ഇതിനോടകം 2 പേരെയാണ്, ഒരു ചെറിയ കുട്ടി ഉൾപ്പെടെ 2 പേരെയാണ് സുരക്ഷിതരായി അവിടെ നിന്ന് താഴേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്കൈ ഡൈനിങ്ങിൽ നിന്ന് താഴേക്ക് എത്തിച്ചിരിക്കുന്നത്. വീണ്ടും ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അതിന് മുകളിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് അടുത്തയാളിനെ ഈ സുരക്ഷാ മുൻകരുതലുകളും ഒക്കെ ഘടിപ്പിച്ച ശേഷം താഴേക്ക് അയക്കും. അങ്ങനെ ഓരോരുത്തരെയായി ആ റോപ്പിലൂടെ താഴേക്ക് കൊണ്ടുവരികയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് ശ്രമകരമായ ദൗത്യമാണ്. കുറച്ച് സമയമെടുക്കുമെങ്കിലും ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതരായി അവിടെ കുടുങ്ങിയ മുഴുവൻ ആളുകളെയും താഴേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന ഒരു കാര്യവും. രാഹുൽ, കേൾക്കാമെങ്കിൽ വീണ്ടും ആ ഉദ്യോഗസ്ഥൻ ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അദ്ദേഹം മുകളിൽ എത്തിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോമിൽ നമുക്ക് അദ്ദേഹത്തെ കാണാം ദൃശ്യങ്ങളിൽ. അവിടെ അടുത്തയാളിനെ താഴേക്ക് കൊണ്ടുവരിക എന്നതായിരിക്കും ഇനി നടക്കുക. കുറച്ച് സമയമെടുക്കുമെങ്കിലും നമുക്ക് കുറച്ച് ശ്രമകരമാണെങ്കിലും മുഴുവൻ ആളുകളെയും സുരക്ഷിതരായി കൊണ്ടുവരാൻ കഴിയും എന്നതാണ് വലിയ ആശ്വാസം, അല്ലേ? തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് തന്നെ താഴേക്ക് ഇറക്കാൻ കഴിയും. നിലവിൽ ഒരു കുട്ടിയെയും കുട്ടിയുടെ അമ്മയും താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയെയും വളരെ സുരക്ഷിതമായിട്ട് ഫയർഫോഴ്സിന്റെ സംഘം, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ വളരെ സുരക്ഷിതമായിട്ട് ആ കുട്ടിയെ താഴേക്ക് ഇറക്കുകയാണ്. നമ്മൾ കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ഭയമുണ്ടാക്കുന്ന വിധത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അത്രത്തോളം ഉയരത്തിലാണ് നിൽക്കുന്നത്. വളരെ സാവധാനം, വളരെ സുരക്ഷിതമായിട്ട് ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറക്കുന്നത്. ആദ്യം ഒരു കുട്ടിയെയും അതുപോലെ തന്നെ കുട്ടിയുടെ അമ്മയെയും താഴേക്ക് ഇറക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഫയർഫോഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന പോലെ തന്നെ മറ്റ് ക്രെയിൻ സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവർ തന്നെ ഫയർഫോഴ്സിന്റെ കൃത്യമായ ഇടപെടൽ, അവർ റോപ്പ് ഉപയോഗിച്ച് അവിടെ കെട്ടി അവരുടെ രക്ഷാപ്രവർത്തന രീതിയിലാണ് നിലവിൽ എന്തായാലും ഈ കുട്ടികളെ താഴേക്ക് ഇറക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, നിലവിൽ എത്ര പേരെ ഇപ്പോൾ താഴേക്ക് ഇറക്കി? ഇപ്പോൾ ഈ കുട്ടികളടക്കം ഒരു മൂന്ന് പേരെ താഴത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ആദ്യം ഒരു അമ്മയും ഒരു കുഞ്ഞിനെയും ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 5 പേര് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഒരു 2 മണിക്കൂറോളം ആയി ഇതിന്റെ മുകളിൽ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഏകദേശം ഇവരിപ്പം 3 പേരെ നിലവിൽ ഇറക്കിയിട്ടുണ്ട്. ഈ ഫയർഫോഴ്സ് എത്തി അപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം നടത്തും. ഫയർഫോഴ്സ് ഇപ്പോൾ അടിമാലിയാണല്ലോ, പെട്ടെന്ന് എത്താനുള്ളൊരു ചെറിയൊരു സമയം മതിയല്ലോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവർ അറിയിക്കാൻ എന്തെങ്കിലും താമസം ഉണ്ടായിട്ടെങ്കിലും ഉള്ളൂ. ഫയർഫോഴ്സ് അറിയിച്ചാൽ തന്നെ ഉടനെ തന്നെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിൻ്റെ സുദീർഘമായൊരു നടപടിക്രമങ്ങൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിൻ്റെ എത്രയും മുകളിലാകുമ്പോഴത്തേക്കും ആളുകൾ ഭയപ്പെട്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യത, അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫയർഫോഴ്സിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തന്നെ അവരെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തു. അവരതിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി. പക്ഷേ ഫയർഫോഴ്സ് സംഘത്തിനെ അറിയിക്കാനുണ്ടായ കാലതാമസം അത് ആളുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ആദ്യം മുതൽ തന്നെ ഈ നാട്ടുകാർ പറഞ്ഞിരുന്നൊരു പരാതിയാണ്. അതായത് ഫയർഫോഴ്സ് സംഘത്തിനെ ഇത് അറിയിച്ചിരുന്നില്ല. അവരെ ആദ്യമേ അറിയിക്കുകയായിരുന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് എത്താൻ അത്ര കണ്ട് സമയം മാത്രമേ ഉള്ളൂ. അതിനുള്ള ദൂരത്തിലാണ് ഈ സ്കൈ ഡൈനിങ് ഉണ്ടായിരുന്നത്. ആദ്യം അറിയിച്ചിരുന്നെങ്കിൽ 1.5 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ ഫയർഫോഴ്സ് സംഘത്തിന് എത്താൻ കഴിയുമായിരുന്നു. ഇപ്പോൾ വളരെ സാഹസികമായിട്ടാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ആളുകൾക്ക് അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതെന്തായാലും ഇതിന്റെ ഉയരം ഏകദേശം ഒരു 100 അടിയിൽ കൂടുതൽ എന്തായാലും ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. അത് വടം കെട്ടി നിർത്തിയിരിക്കുകയാണ്. അത് ആടാതെ വടം കെട്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളാണ് ഏട്ടാ? എന്താ സംഭവിച്ചത്? ഞാനില്ല, ഞാനിപ്പോ കണ്ട് അത് എനിക്ക് അതിന്റെ പറ്റി അറിയില്ല. എന്തായാലും ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയല്ല ഇതിന്റെ തീവ്രത. അത് ദൃശ്യങ്ങൾ രാഹുൽ നമ്മളത് കാണുമ്പോഴറിയാം. അത് നമുക്ക് വലിയ, ഇപ്പൊ രാഹുൽ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടു നിൽക്കുന്നവർക്ക് ഭയമുണ്ടാക്കുന്ന തരത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം തന്നെ. പക്ഷേ അങ്ങേയറ്റം സുരക്ഷിതരാണ്. നമ്മൾ ഒട്ടും ആശങ്കപ്പെടേണ്ടത്. വളരെ പരിചയസമ്പന്നനായ, ഇത്രയും പരിശീലനമൊക്കെ ലഭിച്ച ഫയർഫോഴ്സിലെ ആ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ശ്രമം അങ്ങേയറ്റം നമ്മൾ അഭിനന്ദനാർഹം ആണ്. അദ്ദേഹം വലിയ ജാഗ്രതയോടുകൂടിയാണ് ആ ജോലി ചെയ്യുന്നത്. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റു പോംവഴികളൊന്നുമില്ല എന്നതുകൊണ്ട് തന്നെ ആ യാത്രക്കാർക്ക്, അവിടെ എത്തിയ വിനോദസഞ്ചാരികൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അവരെ നമുക്ക് വളരെ സുരക്ഷിതരായി താഴെ എത്തിക്കാൻ കഴിയുന്നുണ്ട്. 2 ചെറിയ കുട്ടികളെയും അദ്ദേഹം വളരെ നെഞ്ചോട് ചേർത്താണ് താഴേക്ക് കൊണ്ടുവന്നത്. ഒരു പോറൽ പോലും ഏൽക്കാതെ
അവരെ താഴേക്ക് കൊണ്ടുവന്നു. ആ കുട്ടികൾക്കൊന്നും വലിയ ഭയമൊന്നുമില്ല. അവർക്ക് അത്തരത്തിൽ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു എന്ന തോന്നലൊന്നും അവർക്കുമില്ല. അവർ സുരക്ഷിതരായി അവരുടെ ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നത് വലിയ ആശ്വാസത്തോടെയാണ് നമ്മൾ ഇതാ സ്റ്റുഡിയോയിൽ നിന്ന് കാണുമ്പോഴും ഈ പ്രേക്ഷകർ ടെലിവിഷന് മുന്നിൽ നിന്ന് കാണുമ്പോഴും ഒക്കെ തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.